ഹായ് എവരി വൺ, വെൽക്കം ടു വണ്ടർ ഇംഗ്ലീഷ് ഫോർ യു. ഇന്ന് നമ്മൾ +1 ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ലിയം ഓഫ് ലെഹർട്ടിയുടെ ഒരു സ്റ്റോറിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുൻപ് ഓഥറിനെ പറ്റിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ലിയം ഓഫ് ലെഹർട്ടി 1896 to 1984 was an Irish novelist and a short story writer. His works are noted for their psychological insight into life's problems and the ways of overcoming them. ലിയം ഓഫ് ലെഹർട്ടി എന്ന് പറയുന്നത് ഒരു ഐറിഷ് നോവലിസ്റ്റാണ്, അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ശ്രദ്ധിക്കപ്പെടുന്നത് അതിൻ്റെ സൈക്കോളജിക്കൽ ഇൻസൈറ്റിൻ്റെ ബേസിലാണ്. അതായത് സൈക്കോളജിക്കൽ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രപരമായ ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഒരു സൂക്ഷ്മാന്വേഷണം, ജീവിതവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും അതുപോലെ തന്നെ അതിനെ തരണം ചെയ്യാനുള്ള, ഓവർകം ചെയ്യാനുള്ള വഴികളെ പറ്റിയൊക്കെയുള്ള ഒരു സൈക്കോളജിക്കൽ ഇൻസൈറ്റ്. അത് മനഃശാസ്ത്രപരമായ ഒരു അന്വേഷണത്തിൻ്റെയൊക്കെ ബേസിലാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് അധികവും നോട്ട് ചെയ്യപ്പെടുന്നത്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിലേറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ദ സെൽഫ് കോൺഫിഡൻസ് as well as the need to remain involved in family life. Through the story of the birds, the writer conveys the importance of self-esteem and self-reliance. അപ്പോൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ഈ സ്റ്റോറിയിലൂടെ അദ്ദേഹം പറയുന്നത് ഇൻഡിപെൻഡൻസ്, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിലയൻസ് ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആത്മാഭിമാനം, ആത്മവിശ്വാസം, അതുപോലെ തന്നെ ആത്മധൈര്യം, ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസിനെ പറ്റി, ഇതിൻ്റെയൊക്കെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് ഇതിലെ ബേർഡ്സിൻ്റെ സ്റ്റോറിയിലൂടെ അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ സ്റ്റോറിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ട്, അതൊന്ന് നോക്കാം. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ യങ് സീഗൾ ദാറ്റ് വാസ് അഫ്രൈഡ് ടു മേക്ക് ഇറ്റ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആൻഡ് ഹൗ ഇറ്റ്സ് പാരൻസ് ഗോഡഡ് ഇൻ ടു ആക്ഷൻ ആൻഡ് ദെയർബൈ എക്യുപ്ഡ് ഇറ്റ് ടു ഫേസ് ദ ചലഞ്ചസ് ഓഫ് ലൈഫ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോറിയിലൂടെ വായിക്കാൻ പോകുന്നത് ഒരു യങ് സീഗളിൻ്റെ കഥയാണ്. ഈ യങ് സീഗൾ എന്തായിരുന്നു, അതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്, അതായത് ആദ്യമായിട്ട് അതിന് പറക്കാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പാരൻസ് അതിനെ എൻകറേജ് ചെയ്തിട്ട് പറക്കലിലേക്ക് എത്തിച്ചത് എന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ അതിന് ജീവിതത്തിൻ്റെ വെല്ലുവിളികളൊക്കെ നേരിടാൻ വേണ്ടി അതിനെ പ്രാപ്തരാക്കിയത് എന്നൊക്കെയാണ് ഈ സ്റ്റോറിയിലൂടെ നമ്മൾ വായിക്കാൻ പോകുന്നത്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അവൻ്റെ ആദ്യത്തെ പറക്കൽ എന്നാണ് നമ്മുടെ ടൈറ്റിൽ വരുന്നത്. നമുക്ക് നോക്കാം. The young seagull was alone on his ledge. His two brothers and his sister had already flown away the day before. ആ തട്ടിൽ ഈ യങ് സീഗൾ ഒറ്റക്കായിരുന്നു, കാരണം അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ നിന്ന് പാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് ബീൻ അഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം. അവനിക്ക് അവരുടെ കൂടെ പറക്കാൻ വേണ്ടിയിട്ട് പേടിയായിരുന്നു. സംഹൗ വെൻ ഹി ഹാഡ് ടേക്കൺ എ ലിറ്റിൽ റൺ ഫോർവേഡ് ടു ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ് ആൻഡ് അറ്റംപ്റ്റഡ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ് ഹി ബിക്കെയിം അഫ്രൈഡ്. എന്നാലും അവന് പേടിയുണ്ടായിരുന്നാലും അവന് ആ ഒരു ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് വന്നിട്ട്, അതായത് ആ ഒരു തട്ടിൻ്റെ ഏറ്റവും ബ്രിങ്ക് എന്ന് പറഞ്ഞാൽ അരികു ആ അരികു ഭാഗത്തേക്ക് വന്നിട്ട് അവൻ്റെ ചിറകുകളിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് അവന് നോക്കിയിരുന്നെങ്കിലും പക്ഷെ അവന് വീണ്ടും പേടിയാവുകയാണ് ചെയ്തത്. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബിനീത്ത് ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ. അപ്പോൾ അവന് ആ മുന്നിൽ കാണുന്ന ആ ഒരു വിശാലമായ ഒരു കടലിനെയാണ് അവൻ ഈ അറ്റത്തേക്ക് വരുമ്പോൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ അവന് ഭയമായിരുന്നു പറക്കാൻ. ഹി ഫെൽ സർട്ടൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം, സോ ഹി ബെൻഡ് ഹിസ് ഹെഡ് and ran away back to the little hole under the ledge where he slept at night. അപ്പോൾ വീണ്ടും അവന് പറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവനതിന് കഴിയുന്നില്ല. അവൻ്റെ വിങ്സ്, അവൻ്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് അവന് തോന്നുന്നത്. അപ്പോൾ അവന് എന്താണ് ചെയ്യുന്നത്, തല കുനിച്ചും കൊണ്ട് തിരിച്ച് അവൻ ഈ ലെഡ്ജിലുള്ള ഒരു ഹോളിലേക്ക് വരികയാണ്. അതായത് അവന് രാത്രി കിടന്നുറങ്ങിയിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് തന്നെ വരികയാണ്. അവന് പറക്കാൻ വേണ്ടിയിട്ട് ധൈര്യം കിട്ടുന്നില്ല. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to take the plunge which appeared to him so desperate. അപ്പോൾ അവൻ്റെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്ററിൻ്റെയും ഒക്കെ വിങ്സ് അവനേക്കാൾ ഷോർട്ടറായിരുന്നു, അവനേക്കാളും ചെറുതായിരുന്നു. പക്ഷേ അവർ ആ ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അവരുടെ ചിറകുകൾ അടിച്ചിട്ട് അവർ പറന്നിട്ടുണ്ട്. അപ്പോൾ ഇവന് മാത്രം അതിനുള്ള ഒരു
ധൈര്യം സംഭരിക്കുന്നതിൽ അവന് ഫെയിലാവുന്നുണ്ട്. അപ്പോൾ അത് അവനെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ട്. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് come around calling to him shrilly, scolding him, threatening to let him starve on his sledge unless he flew away, but for the life of him he could not move. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ ചുറ്റും നിന്നിട്ട് അവനെ വിളിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ വഴക്ക് പറയുന്നുണ്ട്, അതുപോലെ തന്നെ അവനെ പട്ടിണിക്കിട്ടിട്ട് അവർ ഇതാക്കുന്നുണ്ട്, ത്രട്ടൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അവനെയും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, അനങ്ങാൻ പോലും പറ്റുന്നില്ല. അവന് അത്രയും കറേജ് ഇല്ലായിരുന്നു, ധൈര്യമില്ലായിരുന്നു. ദാറ്റ് വാസ് 24 hours ago. സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം. അപ്പോൾ 24 മണിക്കൂറായി, ഒരു ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അതുവരെയും ആ ഒരു ടൈം വരെയും ആരും അവൻ്റെ അടുത്ത് പോലും വന്നിട്ടില്ല. ദ ഡേ ബിഫോർ, ആൾ ഡേ ലോങ്, ഹി ഹാഡ് വാച്ച്ഡ് ഹിസ് പാരൻസ് ഫ്ലൈയിങ് അബൌട്ട് വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ, പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേവ്സ് ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്. അപ്പോൾ അവൻ ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ അതുപോലെ അവൻ്റെ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പറക്കുന്നുണ്ട്. എന്നിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട്, ഈ ആർട്ട് ഓഫ് ഫ്ലൈറ്റിലെ പെർഫെക്ഷൻസ് പഠിപ്പിക്കുന്നുണ്ട്. അതായത് പറക്കലിൽ എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഫിഷസിനെ എടുക്കേണ്ടതെന്നും, അതുപോലെ തന്നെ എങ്ങനെയാണ് ടൈഡ്സിനെ, വേവ്സിനെ, തിരമാലകൾ ഇങ്ങനെ സ്കിം ചെയ്യേണ്ടതെന്ന്. സ്കിം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തട്ടിയിട്ട് മേലേക്ക് പോകും, മുകളിൽ മാത്രം ഇങ്ങനെ സ്പർശിച്ചിട്ട് മേലേക്ക് പോവില്ലേ, പക്ഷികൾ കാട്ടുന്നത് കാണാം, കടൽക്കാക്കകളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നും, അങ്ങനെ ഈ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, ഈ ഒരു പറക്കലിലെ എല്ലാ വശങ്ങളും അവൻ്റെ ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും ഒക്കെ പഠിപ്പിക്കുന്നത് ഇവന് വേണ്ടി കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഹി ഹാഡ് ഇൻ ഫാക്ട് seen his older brother catch his first herring and devour it, standing on a rock, while his parents circled around raising a proud cackle, and all the morning the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. അപ്പോൾ അവന് നോക്കുമ്പോൾ പിന്നെ അവന് കണ്ടത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഓൾഡർ ബ്രദർ, ഏറ്റവും വലിയ ബ്രദർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫിഷിനെ പിടിക്കുന്നുണ്ട്. ഹെറിങ് എന്ന് പറഞ്ഞാൽ മത്തി പോലത്തെ ഒരു ഫിഷ്, അതിനെ പിടിച്ചിട്ട് അതിനെ വിഴുങ്ങുന്നുണ്ട് ഒരു പാറമ്മ നിന്നിട്ട്. അപ്പോൾ അവൻ്റെ പാരൻസ് എന്താണ് ചെയ്യുന്നത്, അവൻ്റെ ചുറ്റും ഇങ്ങനെ വളരെ അഭിമാനത്തോടെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവൻ്റെ ചുറ്റും പാറുന്നതും ഒക്കെ അവൻ കാണുകയാണ് അവിടെ നിന്നിട്ട്. അതുപോലെ തന്നെ ഒരു ദിവസം രാവിലെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവരാ നിൽക്കുന്ന ആ ഒരു സമതല പ്രദേശത്ത്, പ്ലേറ്റോ എന്ന് പറഞ്ഞാൽ പീഠഭൂമി അല്ലെങ്കിൽ ഒരു സമതല പ്രദേശത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ നിന്നിട്ട് ഇവൻ്റെ ഈ ഒരു കവടേസ്, ഇവൻ്റെ ഈ ഭീരുത്വത്തിൽ കളിയാക്കിയിട്ട് ചിരിക്കുന്ന പോലെയൊക്കെ ഇവന് തോന്നുന്നുണ്ട്. ഇവന് അതൊക്കെ കാണുന്നുണ്ട് ഇവിടെ നിന്നിട്ട്. പക്ഷെ അവൻ്റെ അടുത്തേക്ക് ആരും വരുന്നില്ല. The sun was now ascending the sky, blazing warmly on his ledge that faced the south. He felt the heat because he had not eaten since the previous nightfall. അപ്പോൾ അവൻ ആ രാത്രി മുഴുവൻ, അവന് ആ ഒരു ദിവസം മുഴുവൻ അവന് പട്ടിണിയായിരുന്നു, ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചിട്ട് അവനപ്പോൾ നന്നായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ സൂര്യൻ്റെ ആ ഒരു ചൂടും കാര്യങ്ങളും ഒക്കെ അവന് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, വിശപ്പ് കാരണം. Then he had found a dried piece of mackerel's tails at the far end of his lurch. Now there was not a single scrap of food left. അപ്പോൾ അവന് കുറച്ച് നോക്കിയപ്പോൾ അവന് കണ്ടത് ഒരു മാക്രലിൻ്റെ ടെയില് കാണുന്നുണ്ട്. അതായത് അയലമീനില്ലേ, ഈ അയലമീനിൻ്റെ ഒരു വാല് ഇപ്പോൾ അവൻ്റെ ലെഡ്ജിൻ്റെ മറ്റേ അറ്റത്ത് അവന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒരു ഫുഡിൻ്റെ ഒരു അംശം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. He had searched every inch, rooting among the rough, dirt-caked straw nest where he and his brothers and sister had been hatched. Even when not at the dried pieces of eggshell, it was like eating a part of himself. അപ്പോൾ അവന് എല്ലാ ഭാഗത്തും അന്വേഷിക്കുകയാണ് ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ആകെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അവനും അവൻ്റെ ബ്രദേഴ്സും ഒക്കെ
അതായത് അവനും അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും, അതായത് അവർ വിരിഞ്ഞ ആ ഒരു നെസ്റ്റ് മാത്രമാണ് അവനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഡ്രൈഡ് പീസസ് ഓഫ് എഗ് ഷെൽ ഉണ്ടായിരുന്നു, അവരുടെ തന്നെ മുട്ടയുടെ ചെറിയ ചെറിയ പീസസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് തിന്നുമ്പോൾ അവന് തോന്നിയിരുന്നത് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്, അവൻ്റെ തന്നെ ഒരു ഭാഗത്തെ കഴിക്കുന്നത് പോലെയാണ് അവനിക്ക് തോന്നിയത്. കാരണം അവനും അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ വന്നത് ആ ഒരു ഷെല്ലിൽ നിന്നല്ലേ, അതുകൊണ്ട് അവന് അവൻ്റെ ഒരു ഭാഗത്ത് തന്നെ കഴിക്കുന്നത് പോലെ തോന്നി. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. അപ്പോൾ അവൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ ആ ലെഡ്ജിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് അവൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പറക്കാതെ എങ്ങനെ അവൻ്റെ പാരൻസിൻ്റെക്ക് അടുത്തേക്ക് എത്തും എന്നുള്ളത് അവനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. ബട്ട് വൺ ഈച്ച് സൈഡ് ഓഫ് ഹിം ദ ലെഡ്ജ് എൻഡഡ് ഇൻ എ ഷിയർ ഫാൾ ഓഫ് precipice with the sea beneath, and between him and his parents there was a deep wide crack. പക്ഷെ അവന് ഏത് സൈഡിൽ നോക്കിയാലും സീ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എ ഷിയർ ഫാൾ ഓഫ് precipice, അതായത് കുത്തനെയുള്ള ചെരിവാണ്. അവൻ്റെ ലെഡ്ജ് ഒരു കുത്തനെയുള്ള ചെരിവിലാണ് നിൽക്കുന്നത്. അടിയിൽ താഴെ എന്താണ്, കടലുമാണ് കാണുന്നത്. അപ്പോൾ അവൻ്റെ പാരൻസിൻ്റെ ഇടയിൽ ഒരു വലിയൊരു ക്രാക്ക് തന്നെയുണ്ട്, ഒരു വൈഡ് ക്രാക്ക് തന്നെയുണ്ട്, ഒരു വിശാലമായൊരു പിളർപ്പ് തന്നെയുണ്ട്. അതായത് സീ എന്നുള്ള ആ ഒരു ബാരിയർ അവരുടെ മുന്നിലുണ്ട്. പക്ഷെ അവന് പറക്കല്ലാതെ വേറെ ഒരു നിവൃത്തിയും അവിടെ ഇല്ല. Surely he could reach them without flying if he could only move northwards along the cliff face. But then, on what could he walk? There was no ledge and he was not a fly. അപ്പോൾ അവന് പറക്കാതെ പിന്നെ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ നടക്കുക തന്നെ വേണം. അപ്പോൾ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലെഡ്ജോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഇല്ല. പക്ഷേ അവന് പിന്നെ പറക്കാതെ അവിടെ എത്താൻ വേണ്ടിയിട്ട് നടക്കുക അല്ലാതെ പിന്നെ അവന് എങ്ങനെയും എത്താനുള്ള ഒരു വഴിയുമില്ല എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് എബോവ് ഹിം ഹീ കുഡ് സീ നത്തിങ്, പിന്നെ അവൻ്റെ മുകളിലായിട്ടോ ഒന്നും കാണാനും ഇല്ല. ദ പ്രിസിഫൈസ് വാസ് ഷിയർ, പിന്നെ ആ ഒരു പ്രിസിഫൈസ് എന്ന് പറഞ്ഞാൽ ആ ചെരിവ് എന്ന് പറഞ്ഞാൽ ഷിയർ ആയിരുന്നു, ഇങ്ങനെ കുത്തനെയുള്ള ചെരിവായിരുന്നു. ആൻഡ് ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ് പെർഹാപ്സ് ഫാർദർ എവേ ദാൻ ദ സീ ബിനീത്ത് ഹിം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളറ്റം എന്ന് പറയുന്നത് അവൻ്റെ താഴെയുള്ള ആ സീഡ് അത്ര തന്നെ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നതായിരുന്നു. അതായത് അവന് പറക്കുക അല്ലാതെ ഇനി വേറെ ഒരു നിവൃത്തിയും അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് എത്താനില്ല എന്നുള്ളതാണ് പറയുന്നത്. He stepped slowly out to the brink of the ledge, and standing on one leg with the other leg hidden under his wing, he closed one eye, then the other, and pretended to be falling asleep. അപ്പോൾ അവൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ മെല്ലെ ആ ഒരു ലെഡ്ജിൻ്റെ ആ ഒരു തട്ടിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് വന്ന് നിന്നിട്ട് ഒരു കാലിന്മേൽ നിന്നിട്ട് ഒരു കാല് അവൻ്റെ ചിറകിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ട് കണ്ണടച്ചു, എന്നിട്ട് ഉറങ്ങുന്നത് പോലെ നിന്നു എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റിൽ ദേ ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം, പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടും അവനിങ്ങനെ കണ്ണ് ഉറങ്ങുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ അപ്പോഴും അവർ ഇവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. He saw his two brothers and his sisters lying on the plateau dozing with their heads sunk into their necks. അപ്പോൾ അവന് നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത് അവൻ്റെ ബ്രദേഴ്സും അവൻ്റെ സിസ്റ്ററും ഒക്കെ എന്താ ചെയ്യുന്നത്, ആ ഒരു പീഠഭൂമിയിൽ അല്ലെങ്കിൽ ആ ഒരു സമതലത്ത് അവരിങ്ങനെ കിടക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. അവരുടെ തല ഇങ്ങനെ അവരുടെ നെക്കിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഇങ്ങനെ ആഴ്ത്തിയിട്ട് അവർ ഉറങ്ങുന്നതാണ് അവന് കാണുന്നത്. ഹിസ് ഫാദർ വാസ് preening the feathers on his white back, only his mother was looking at him. അപ്പോൾ അവൻ്റെ അച്ഛൻ ഇങ്ങനെ അവൻ്റെ അച്ഛൻ്റെ ഫെദേഴ്സ് ആ തൂവലുകളിലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പ്രീനിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവൻ്റെ അമ്മ മാത്രമേ അവനെ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ, ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. She was standing on a little high hump on the plateau, her white breast thrust forward. Now and again she tore at a piece of fish that lay at her feet, and then scraped each side of her beak on the rock. അപ്പോൾ അമ്മ ഒരു ഉയർന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ഉയർന്ന ഹമ്പിൽ ഇങ്ങനെ നിന്നിട്ട് അവരുടെ ബ്രസ്റ്റ് പാർട്ടൊക്കെ ഇങ്ങനെ മുന്നിലേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ ചെയ്യുന്നത് എന്തായിരുന്നു വെച്ചാൽ അവരുടെ കാലിൻ്റെ ഇടയിൽ, അമ്മയുടെ കാലിൻ്റെ ഇടയിൽ ഒരു ഫിഷ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പീസ് ഇങ്ങനെ
കീറിയെടുക്കുന്നതും പിന്നെ അതുപോലെ തന്നെ അവരുടെ ബീക്ക്, അവരുടെ കൊക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ റോക്കിൻ്റെ മേലെ, ആ പാറയുടെ മേലെ ഇട്ടിട്ട് ഇങ്ങനെ ഒരസുന്നുണ്ടായിരുന്നു. സ്ക്രാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരസുന്നുണ്ടായിരുന്നു. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻഡ് ഹിം. അപ്പോൾ ഈ ഫുഡ് കണ്ടപ്പോൾ ഒരു ദിവസമായിട്ട് പട്ടിണി കിടക്കുന്ന നമ്മുടെ യങ് സീഗൾ ഇത് കണ്ടപ്പോൾ ശരിക്കും അവനത് ആ ഒരു കാഴ്ച, ആ ഒരു ഫുഡിൻ്റെ കാഴ്ച അവനെ എന്ത് ചെയ്യുന്നുണ്ട്, ഭ്രാന്ത് പിടിപ്പിച്ചു എന്നാണ് പറയുന്നത്. How he loved to tear food that way, scarping his beak now and again to wet it. He uttered a low crackle. His mother crackled too and looked at him. അപ്പോൾ അവൻ എത്രത്തോളം അങ്ങനെ ഒരു ഫുഡ് ഇങ്ങനെ കടിച്ചു പറിക്കാനും അതുപോലെ തന്നെ അവൻ്റെ കൊക്കിട്ട് ഇങ്ങനെ ഉരസിയിട്ട് അതിനെ മൂർച്ചപ്പെടുത്താനും ഒക്കെ അവൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവൻ ചെയ്യുന്നത് ഒരു ചെറിയൊരു ക്രാക്കിൽ, ഒരു ചെറിയൊരു സൗണ്ട് അവിടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മയും തിരിച്ചിട്ട് അവനെ നോക്കിയിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഗ ഗ ഗ he cried, begging her to bring him over some food. അപ്പോൾ ഇവൻ എന്താണ് ചെയ്യുന്നത്, ഗ ഗ ഗ എന്ന് പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ ഈ സൗണ്ടിലൂടെ പറയുന്നത് വെച്ചാൽ കുറച്ച് ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബെഗ്ഗിയാണ്, യാചിക്കുകയാണ്. ഗോ ടു ഹാ, ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി. അപ്പോൾ അവരും അമ്മ തിരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അമ്മ തിരിച്ചിട്ടും സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് ഹീ കെപ്റ്റ് കോളിംഗ് പ്ലെയിൻറ്റീവ്ലി ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ ഹീ അറ്റർഡ് എ ജോയ്ഫുൾ സ്ക്രീം. അവനിങ്ങനെ ദുഃഖത്തോടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സങ്കടത്തോടെ അവനിങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്, അമ്മേനെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയും കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവന് പെട്ടെന്ന് തന്നെ ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു അട്ടർ ഉണ്ടാക്കി, ഒരു സന്തോഷം നൽകുന്ന തരത്തിലുള്ളൊരു സൗണ്ടാണ് അവൻ ഉണ്ടാക്കിയത്. His mother had picked up a piece of fish and was flying across to him with it. അപ്പോൾ അവന് സന്തോഷം ഉണ്ടാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മ ഒരു ഫുഡിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അവൻ്റെ അടുത്തേക്ക് പറന്നു വരുന്നത് അവന് കാണുമായിരുന്നു. He leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. But when she was just opposite to him, abreast of the ledge, she halted, her legs hanging limp, her wings motionless, the piece of fish in her beak almost within reach of his beak. അവനിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു അമ്മയുടെ ആ ഒരു വരവ് കണ്ടിട്ട്. പിന്നെ അവന് എന്ത് ചെയ്യുന്നുണ്ട്, ആ പാറൻ്റെ മേലെ നിന്നിട്ട് അവൻ്റെ കാലിട്ട് ഇങ്ങനെ അടിക്കും. അതുപോലെ തന്നെ അവളുടെ അടുത്തെത്താൻ വേണ്ടിയിട്ട് അവനിങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായി വന്ന സമയത്ത്, അതുപോലെ തന്നെ അബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒപ്പത്തിനൊപ്പം, ആ ലെഡ്ജിൻ്റെ ഒപ്പത്തിനൊപ്പമായി എത്തി നിൽക്കുന്ന ആ ഒരു സമയത്ത് എന്നിട്ട് അവൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ നിൽക്കുന്ന സമയത്ത് അവളുടെ വിങ്സൊക്കെ മോഷൻലെസ് ആണ്, അവളുടെ ചിറകൊന്നും അടിക്കാതെ അവിടെ നിൽക്കണം. അപ്പോൾ അവളുടെ ബീക്കിലുള്ള, അവളുടെ കൊക്കിലുള്ള ആ ഫിഷ് എന്ന് പറയുന്നത് ഇവനക്ക് എത്താൻ പറ്റുന്ന ഒരു ദൂരത്തായിരുന്നു. അപ്പോൾ അവന് എടുക്കാൻ പറ്റും, അവൻ്റെ റീച്ചിൽ ആയിട്ടാണ് അവനവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. He waited a moment in surprise, wondering why she did not come nearer, and then maddened by hunger, he dived at the fish. അപ്പോൾ അവൻ എന്താ ചെയ്യുന്നത്, അവനിങ്ങനെ സർപ്രൈസ് ആയിട്ട് നോക്കി നിൽക്കുകയാണ്. കാരണം എന്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്നാണ് നോക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ റീച്ചായിട്ട് അവന് എത്താൻ പറ്റുന്ന ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്ന് അവന് ആകെ സംശയിച്ച് നിൽക്കുകയാണ്. പിന്നെ അവന് പക്ഷേ ഈ ഒരു വിശപ്പിൻ്റെ ആ ഒരു വിശപ്പ് അവനെ ഭ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാരണം അവൻ ആ ഫിഷിലേക്ക് ഇങ്ങനെ ഡൈവ് ചെയ്യാണ്, അവൾക്ക് ചാടുകയാണ്. വിത്ത് എ ലൗഡ് സ്ക്രീം he fell outwards and downwards into space. His mother had swooped upwards. As he passed beneath her, he heard the swish of her wings. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ശബ്ദം ഉണ്ടാക്കിയിട്ട് പക്ഷെ അവന് എന്ത് ചെയ്യുന്നുണ്ട്, പറന്നിട്ടും അവന് അവിടെ എത്തിയിട്ടില്ല, ഡൈവ് ചെയ്തിട്ടുണ്ട്, ഫിഷിൻ്റെ അവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അവൻ ആ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവന് താഴത്തേക്കും മേലേക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, പറന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഹിസ് മദർ ഹാഡ് സ്വൂപ്ഡ് അപ്വേർഡ്സ്. പക്ഷെ അമ്മ എന്തിട്ടുണ്ട്, അപ്പോൾ മുകളിലേക്ക് പറക്കുകയും ചെയ്തു. അപ്പോൾ അവന് അടുത്തെത്തിയപ്പോൾ, അവളുടെ ജസ്റ്റ് അടുത്തേക്ക് അവൻ എത്തിയപ്പോൾ അവളുടെ ആ ഒരു ചിറകിൻ്റെ സൗണ്ട് മാത്രമാണ് അവന് കേട്ടത് എന്നാണ് പറയുന്നത്. Then a monstrous terror seized him and his heart stood still. He could hear nothing, but it only lasted a moment. അപ്പോൾ ഒരു മോൺസ്ട്രസ് ടെറർ എന്നാണ് പറയുന്നത്.
ഒരു വല്ലാത്തൊരു ഭയം അവനിൽ ഉണ്ടാവുകയും അവൻ്റെ ഹേർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിലയ്ക്കുക എന്ന് പറയില്ലേ, നമ്മുടെ ഹൃദയം നിലച്ചു പോകുന്ന ആ ഒരു രീതിയിലെത്തി. ഹീ കുഡ് നോട്ട് ഹിയർ നത്തിങ്, അവനക്കൊന്നും കേൾക്കാനും പറ്റുന്നില്ല. പക്ഷെ അത് അധിക സമയം നിലനിന്നില്ല, ആ ഒരു അവസ്ഥ അധിക സമയം നിലനിന്നില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഹീ ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്. അപ്പോൾ അവനക്ക് അവൻ്റെ ചിറകുകൾ ഇങ്ങനെ പുറത്തേക്ക് പരക്കുന്നത് പോലെ, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത് പോലെ അവന് തോന്നുന്നുണ്ട്. ദ വിൻഡ് റഷ്ഡ് എഗെയിൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ് ഫെദേഴ്സ് ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക്ക് ആൻഡ് എഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്. അപ്പോൾ അവനക്ക് ഇങ്ങനെ തോന്നുകയാണ്, കാറ്റ് അവൻ്റെ ആ ഒരു ബ്രസ്റ്റ് പാർട്ടിലുള്ള നെഞ്ചിൻ്റെ ഭാഗത്തേക്കുള്ള തൂവലുകളെ ഇങ്ങനെ സ്പർശിക്കുന്നത് പോലെ. റഷ് ചെയ്യുന്നത് പറഞ്ഞാൽ അവിടേക്ക് ഇങ്ങനെ കാറ്റ് വരുന്നത് പോലെ, അതുപോലെ തന്നെ സ്റ്റൊമക്കിൻ്റെ ഭാഗത്തേക്കും ഒക്കെ കാറ്റ് വരുന്നത് പോലെ അവനിങ്ങനെ തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. ഹീ കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. അപ്പോൾ അവൻ്റെ ആ ഒരു ചിറകുകളുടെ അറ്റം, ടിപ്പ് ഓഫ് ഹിസ് വിങ്സ് എന്നാണ് പറയുന്നത്. അതായത് ചിറകിൻ്റെ അറ്റങ്ങൾ അവന് കട്ടിങ് ത്രൂ ദ എയർ, കാറ്റിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതായത് കാറ്റിൽ അതിൻ്റെ ചിറകുകൾ കാറ്റിലാവുന്നുണ്ട്, അതായത് ചിറക് പരന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവന് മനസ്സിലായി. ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ്ലോങ് നൗ. ഇപ്പോൾ അവനക്ക് വീഴുന്നത് പോലെയൊന്നും അവനക്ക് തോന്നുന്നില്ല. ഹി വാസ് സോറിങ് ഗ്രാജുവലി. അപ്പോൾ അവനിങ്ങനെ മെല്ലെ കുതിച്ചുയരുകയാണ്. സോറിങ് എന്ന് പറഞ്ഞാൽ കുതിച്ചുയരുന്നുണ്ട് ഗ്രാജുവലി, പതുക്കെ പതുക്കെ അവനിങ്ങനെ ഉയരുന്നുണ്ട് എന്നുള്ളത് അവനക്ക് തോന്നുന്നുണ്ട്. ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്, ചിലപ്പോൾ താഴേക്കും ചിലപ്പോൾ മേലേക്കും അങ്ങനെയൊക്കെ അവനിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കുതിച്ചുയരുന്നത് പോലെ അവന് ഫീൽ ചെയ്യുന്നുണ്ട്. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്. ഇപ്പോൾ അവനിക്കൊരു പേടിയും തോന്നുന്നില്ല. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി ദെൻ ഹി ഫ്ലാപ്ഡ് ഹിസ് wings once and he soared upwards. അവനിക്ക് എന്താ തോന്നുന്നത്, അഫ്രൈഡ് അല്ല, പേടിയല്ല അവന് തോന്നുന്നത്. അവന് ജസ്റ്റ് ഒരു ഡിസി ഫീലിംഗ് ആണ്. ഡിസി ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു തലകറക്കം പോലെ അവന് തോന്നുന്നുള്ളൂ. അവൻ്റെ ചിറകുകൾ അടിച്ചിട്ട് അവനിങ്ങനെ മെല്ലെ മെല്ലെ കുതിച്ചുയരാണ് ചെയ്യുന്നത്. ഹി അറ്റേർഡ് എ ജോയസ് സ്ക്രീം ആൻഡ് ഫ്ലാപ്ഡ് ദം എഗെയിൻ ഹി സോഡ് ഹയർ. അപ്പോൾ അവന് വളരെയധികം സന്തോഷത്തോടെയുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവൻ്റെ ചിറകുകൾ വീണ്ടും ഇട്ട് അടിക്കുകയാണ്. അപ്പോൾ അവന് എന്താ ചെയ്യുന്നത്, ഇങ്ങനെ ഹി സോഡ് ഹയർ, അവനിങ്ങനെ ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഹി റൈസ്ഡ് ഹിസ് ബ്രസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് എഗെയിൻസ്റ്റ് ദ വിൻഡ് ഗ ഗ ഗ ഗ ഗ ഗ ഗോലോഹ. അപ്പോൾ അവനിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവൻ്റെ ആ ബ്രസ്റ്റ് പാർട്ട് ഇങ്ങനെ ഉയർത്തിയിട്ട് അവന് കാറ്റിനെതിരായിട്ട് അവനിങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഹിസ് മദർ സ്വൂപ്ഡ് പാസ്റ്റ് ഹിം, ഹെർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്. അപ്പോൾ അമ്മ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, അവളുടെ ആ ഒരു ചിറക് നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഹീ ആൻസേർഡ് ഹെർ വിത്ത് അനദർ സ്ക്രീം. അപ്പോൾ അവനും തിരിച്ച് വേറൊരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവളോട് ഇങ്ങനെ ആൻസർ ചെയ്യുന്നുണ്ട്. ദെൻ ഹീസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ്. അപ്പോൾ അവൻ്റെ ഫാദറും അവനെ ചുറ്റി ഇങ്ങനെ പറക്കുന്നുണ്ട്, ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് പറക്കുന്നുണ്ട്. ദെൻ ഹീ സോ ഹിസ് 2 brothers ആൻഡ് സിസ്റ്റർ ഫ്ലൈയിങ് അറൗണ്ട് ഹിം. അപ്പോൾ അവൻ നോക്കുമ്പോൾ അവൻ്റെ രണ്ട് ബ്രദേഴ്സും ആ സിസ്റ്ററും ഒക്കെ അവനെ ചുറ്റി ഇങ്ങനെ പറക്കുന്നുണ്ട്. സോറിങ് ആൻഡ് ഡൈവിങ്, അവരിങ്ങനെ കുതിച്ചുയരും, അങ്ങനെ അവർ പറക്കുന്നത് അവന് കാണുന്നുണ്ട്. Then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. അപ്പോൾ ഇപ്പോൾ അവന് ഫുള്ളായിട്ട് മറന്നിട്ടുണ്ട് അവന് പറക്കാൻ വേണ്ടിയിട്ട് മുമ്പ് പറ്റിയിരുന്നില്ല, അവനതിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യം തന്നെ അവൻ പാടെ മറന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, കമൻസ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവന് ഡൈവ് ചെയ്യാനും അതുപോലെ തന്നെ കുതിച്ച് ഉയരാനും ഒക്കെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൗണ്ട് ഷ്രീക്കിങ് ഷ്രില്ലീസ്, അതുപോലെ തന്നെ അവന് സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ അവന് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹി വാസ് നിയർ ദ സീ നൗ. ഇപ്പോൾ അവന് കടലിൻ്റെ അടുത്താണുള്ളത്. ഫ്ലൈയിങ് സ്ട്രൈറ്റ് ഓവർ ഇറ്റ്, ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷ്യൻ. നേരെ കടലിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ അവന് പറന്നുകൊണ്ടിരിക്കുന്നത്. ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷ്യൻ, അതായത് കടലിനെ ഫേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്ട്രൈറ്റ് മുകളിലായിട്ടാണ്, നേരെ മുകളിലായിട്ടാണ് ഇപ്പോൾ അവന് പറന്നുകൊണ്ടിരിക്കുന്നത്. ഹി സോ എ വാസ്റ്റ് ഗ്രീൻ സീ ബിനീത്ത് ഹിം. അപ്പോൾ അവൻ്റെ താഴെ നോക്കുമ്പോൾ അവന് കാണാൻ വേണ്ടി സാധിക്കുന്നത് വിശാലമായ ആ ഒരു ഗ്രീൻ സീനെ അവനക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ ഇറ്റ്. ചെറിയ ചെറിയ തിരമാലകൾ ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നത് പോലെ, മൂവ് ചെയ്യുന്നതൊക്കെ അവന് കാണുന്നുണ്ട്. ഹി ടേൺഡ് ഹിസ് ബീക്ക് സൈഡ് വേസ് ആൻഡ് ക്രൗഡ് അമ്യൂസ്ഡ്ലി. അപ്പോൾ അവൻ്റെ ബീക്ക് ഇങ്ങനെ, അവൻ്റെ കൊക്കുകൾ ഇങ്ങനെ
മൂവ് ചെയ്തുകൊണ്ട് അവന് ക്രൗഡ് അമ്യൂസഡ്ലി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടെ അവനിങ്ങനെ ആ എന്നുള്ള സൗണ്ട് ഇങ്ങനെ രസകരമായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. His parents and his brothers and sister had landed on this green floor in front of him. They were beckoning to him, calling shrilly. അപ്പോൾ അവൻ്റെ പാരൻസും അതുപോലെ തന്നെ അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ എന്താണ് ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് അവിടെ നിൽക്കുകയാണ്. ലാൻഡഡ് എന്ന് പറഞ്ഞാൽ അവർ പറന്നിട്ട് ചെന്ന് അവിടെ ഇരിക്കുകയാണ്. അവൻ്റെ മുമ്പിലായിട്ടൊരു ഇതിൽ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അവർ ചെയ്യുന്നത് ബെക്കനിങ് ടു ഹിം, കോളിങ് ഷ്രില്ലി. അവനെ ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവനെ വിളിക്കുന്നുണ്ട്. He dropped his legs to stand on the green sea. His legs sank into it. He screamed with fright and attempted to rise again, flapping his wings. അപ്പോൾ അവൻ എന്താണ് ചെയ്യുന്നത്, ഈ കടലിൽ ആ ഗ്രീൻ സീയുടെ മേലെ അവൻ എന്ത് ചെയ്യണം, അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ അവൻ്റെ കാല് അതിലേക്ക് ഇങ്ങനെ മുങ്ങിപ്പോകുന്നുണ്ട്, വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും. അപ്പോൾ അവൻ വളരെയധികം പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, സ്ക്രീം ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അതിൽ നിന്ന് ഉയരാൻ വേണ്ടി ശ്രമിച്ച് അവൻ്റെ വിങ്സ് ഇട്ടിട്ട് അവനെ അടിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ അവന് നന്നായിട്ട് പറക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് എന്നർത്ഥം. ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്. എക്സോസ്റ്റഡ് ബൈ ദ സ്ട്രേഞ്ച് എക്സസൈസ് ഹിസ് ഫീറ്റ് സാങ് ഇൻ ടു ദ ഗ്രീൻ സീ ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് ദ സാങ് നോ ഫർദർ. അപ്പോൾ പക്ഷേ അവൾ പറഞ്ഞു അവന് വീക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതാണ്, അവന് ലാസ്റ്റ് ഡേ ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കാരണം തന്നെ അവനാകെ ടയേർഡായിരുന്നു. പിന്നെ അവന് ഇതൊരു സ്ട്രെയിഞ്ച് എക്സസൈസാണ്. അതായത് അവന് ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്. പറക്കുക എന്നുള്ള കാര്യം അവന് ഒട്ടും പരിചിതമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ സ്ട്രെയിഞ്ച് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ കാല് ആ ഒരു സീയിലേക്ക് മുങ്ങിപ്പോവുകയാണ് ചെയ്തത്. ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹീ സാങ് നോ ഫർദർ. അപ്പോൾ അവന് എന്ത് ചെയ്തിട്ട് അവൻ്റെ ആ വയറുഭാഗം അതിലേക്ക് ഇങ്ങനെ സീയിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അവന് മുങ്ങിപ്പോയിട്ടില്ല. അവന് ജസ്റ്റ് ഹി വാസ് ഫ്ലോട്ടിങ് ഓൺ ഇറ്റ്. അതിൻ്റെ മേലെ ഇങ്ങനെ ഇങ്ങനെ പറന്ന് നിൽക്കുകയാണ് ചെയ്തത്. ആൻഡ് അറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ്, പ്രൈസിങ് ഹിം ആൻഡ് ദയർ ബീക്സ് വർ ഓഫറിങ് ഹിം സ്കാർപ്സ് ഓഫ് ഡോഗ് ഫിഷ്. അപ്പോൾ അവൻ്റെ ഫാമിലി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവൻ്റെ ചുറ്റും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പറന്നും കൊണ്ടിരുന്നു. എന്നിട്ട് അവരുടെ ബീക്കിൽ, അവരുടെ കൊക്കിൽ എന്തുണ്ടായിരുന്നു, അവന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവനിങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ അവന് എന്ത് ചെയ്തിട്ട് ആ ഒരു സമയത്താണ് അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് സംഭവിച്ചത്. അവൻ അവിടെ നിന്ന് അങ്ങനെ പറക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഉള്ളൂ ഈ ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ഈ യങ് സീഗളിൻ്റെ സ്റ്റോറിയിലൂടെ നമ്മുടെ ഓഥർ നമുക്ക് പറഞ്ഞു തരുന്നത് സെൽഫ് കോൺഫിഡൻസിൻ്റെയും അതുപോലെ തന്നെ സെൽഫ് റിലയൻസിൻ്റെയും ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. നമ്മുടെ ലൈഫിലുണ്ടാവുന്ന പ്രോബ്ലംസിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണമെന്നും അതിന് നമുക്ക് എത്രത്തോളം സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ആവശ്യമാണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെ ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് ഈ നമ്മുടെ ഓഥറായിട്ടുള്ള ലേം ഓഫ് ലെഹറ്റി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ സ്റ്റോറിയെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സിൻ്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം പാരഗ്രാഫ് വൈസാണ് അധികവും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. വീഡിയോ ലോങ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ വേർഡ് ബൈ വേർഡ് മീനിങ്സ് കിട്ടാൻ ചാൻസ് കുറവായതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സിൻ്റെ മീനിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ വലിയൊരു ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ. ഗോ അഹെഡ് ആൻഡ് സ്റ്റഡി വെൽ. താങ്ക് യു.